ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു സമയത്ത് കുറച്ച് ആൾക്കാരെ ഫോക്കസ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്ന എക്സാം ആണ്. എന്നാൽ ഇന്ന് PSC പ്രിപ്പയർ ചെയ്യുന്ന, UPSC പ്രിപ്പയർ ചെയ്യുന്ന, SSC പോലുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന നല്ല സാലറിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ജോബാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ലാസ്റ്റ് എക്സാം നടന്നത് 2024 ഓരോ 3 വർഷം കൂടുന്തോറുമാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വിളിക്കാറുള്ളത്. സോ 2027 നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026 ഡിസംബർ മാസത്തോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് 2024 നോട്ടിഫിക്കേഷൻ ആണ്. സാലറിയാണ് ഏറ്റവും നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതായത് ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ടത് സാലറിയിലേക്കാണ്. കാരണം 40,000 രൂപ തൊട്ട് 83,000 രൂപ വരെയാണ് സാലറി പേ സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ നോക്കുക, അന്നത്തെ വേക്കൻസി, ടോട്ടൽ വേക്കൻസി ഏകദേശം ഒരു 45. അതിനകത്ത് ജനറൽ കാറ്റഗറി ഡയറക്ട് റിക്രൂട്ട്മെന്റ് 41 എണ്ണം ഉണ്ടായിരുന്നു. ഇനി ക്വാളിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. 50% ഡിഗ്രി മാർക്കുള്ള എല്ലാവർക്കും തന്നെ ഇത് അപേക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഡിഗ്രി, അല്ലെങ്കിൽ PG ഉള്ളവർക്കോ ലോ ഡിഗ്രി ഉള്ളവർക്കോ ഒക്കെ തന്നെ ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്ന് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്ത ആർക്ക് വേണമെങ്കിലും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിനകത്ത് നോളജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നോക്കുക, ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സിലബസും ഇതിന്റെ എക്സാമിനേഷൻ രീതിയുമാണ്. അപ്പൊ എഴുതിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇത് പ്രധാനമായിട്ടും ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇവിടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 100 ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിനകത്ത് വരുന്നത്. അതിനകത്ത് 50 മാർക്ക് GKയും ജനറൽ നോളജ് 40 മാർക്കും അതുപോലെ തന്നെ ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് 10 മാർക്കിനുമാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു സെക്ഷനകത്ത് വരുന്ന കാര്യങ്ങൾ. ജനറൽ ഇംഗ്ലീഷിനാണ് 50 മാർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന PSC UPSC കാർക്കൊക്കെ 50 മാർക്ക് ഷുവർ ഷോട്ടാണ്. അതുപോലെ ജനറൽ നോളജ് ആണെങ്കിലും ഇന്ത്യയെ പറ്റിയിട്ടും കേരളത്തിനെ പറ്റിയിട്ടുള്ള ഫാക്ട്സും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും ജനറൽ സയൻസും ഇൻഫർമേഷൻ ടെക്നോളജിയും കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള സെക്ഷൻ നോക്കുന്ന സമയത്ത് മാക്സിമം ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു എക്സാം ആണ്. കാരണം നമുക്ക് കുറെ നാളുകൾ ഇനി മുന്നോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. ആ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് സഹായകമാകും. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്, 1 മണിക്കൂറാണ്, 60 മാർക്കാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. ഇത് 2016 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ഒരു മോഡൽ ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വരുന്നത്. 10 മാർക്കിന് പ്രിസിസ്, അതായത് ഇത് ചുരുക്കി എഴുതുക എന്നുള്ള രീതിയിലേക്ക്, അതായത് അർത്ഥം നഷ്ടപ്പെടാതെ ചുരുക്കി എഴുതുക എന്നുള്ള ഒരു ക്വസ്റ്റ്യനും. അതുപോലെ തന്നെ ഇത് കണ്ടോ, രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് 20 മാർക്കിനാണ്. 20 മാർക്കിന് നമുക്കൊരു വലിയൊരു പാരഗ്രാഫ് നല്ല രീതിയിൽ തരും. ആ തരുന്നതിനകത്തുനിന്ന് 2 ചോദ്യങ്ങൾ ചോദിക്കും. ആ 2 ചോദ്യങ്ങൾക്കും നിങ്ങൾ എങ്ങനെ 3 സെന്റൻസിനകത്ത് ആൻസർ എഴുതുക. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നല്ല ലാംഗ്വേജിൽ ആൻസർ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസിന് 10 മാർക്ക് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. ആ പ്രിപ്പറേഷനാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ തന്നെ ശ്രദ്ധിക്കുക. അതല്ല, നല്ല രീതിയിൽ എഴുതാനൊക്കെ കഴിവുള്ളവർക്ക് പറ്റിയൊരു അവസരമാണിത്. പിന്നെ പറയാനുള്ളത് ഇന്റർവ്യൂ ആണ്. ലാസ്റ്റ് സ്റ്റേജ് ഇന്റർവ്യൂ ആണ്. 10 മാർക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഈ 3 കടമ്പകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപ വരെ ആയിരുന്നു ഇതുവരെയുള്ള ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. പക്ഷെ നല്ലൊരു പോസ്റ്റ് ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുവിധം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നവർക്ക് അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സിലബസിനെ പറ്റിയിട്ടും ബാക്കി കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. അതിനുശേഷമേ നിർത്തുന്നുള്ളൂ വീഡിയോ. നോക്കിക്കോളൂ. ഈ പറഞ്ഞതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് 40 മാർക്ക് GK, ഇംഗ്ലീഷ് 50 മാർക്ക്, ബേസിക് മാത്ത് ആൻഡ് റീസണിങ് 10 മാർക്കേ ഉള്ളൂ. ഡിസ്ക്രിപ്റ്റീവിനകത്ത് പ്രധാനമായിട്ടും ഈ പറഞ്ഞുകൊണ്ട് ചുരുക്കി എഴുതുന്നത് ഷോർട്ട് എസ്സേസ് ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്. 60 മാർക്കാണ്, 1 മണിക്കൂറാണ് സമയം. അങ്ങനെ 160 ടോട്ടൽ മാർക്ക്. ഈ 2 എക്സാമും ഒരു ദിവസം തന്നെയാണ് കേട്ടോ. രണ്ട് എക്സാം ആയിട്ടല്ല നടത്തുന്നത്, 2 ദിവസമായിട്ടല്ല, ഒറ്റ ദിവസമാണ്. പിന്നെ ബേസിക് മാത്തമാറ്റിക്സിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ സാധാരണ സിലബസ് ഇതാണ്. കാൽക്കുലസ് ആൻഡ് അനാലിസിസ്, ജിയോമെട്രി ആൻഡ് ടോപ്പോളജി. ഈ പറയുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് തന്നെ നിങ്ങൾ എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട്
നിങ്ങൾ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. നല്ല കോൺഫിഡൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. PSCയോടൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. 1 മണിക്കൂർ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ജനറൽ ഇംഗ്ലീഷ് ഈ ഒരു സെക്ഷനകത്ത് വരുന്ന സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ആന്റോണിംസ്, പ്രപ്പോസിഷൻസ്, സെന്റൻസ് അറേഞ്ച്മെന്റ്, ആക്റ്റീവ് പാസീവ് വോയിസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സിനോണിംസ്, അതുപോലെയുള്ള നമ്മൾ കോമൺ ആയിട്ട് നോക്കുന്നത് തന്നെയാണ്. ജനറൽ നോളജ് വരുന്ന സമയത്ത് കൂടുതലായിട്ടും GK എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എക്കണോമി ഓഫ് ഇന്ത്യ ഒക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളം ന്യൂസ് പേപ്പർ നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ നോക്കിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഈ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നല്ല ഗ്ലാമറസ് പോസ്റ്റ് ആണ്, നല്ല രീതിയിൽ ഒഴിവുകൾ വരുന്ന ഒരു പോസ്റ്റ് ആണ്. അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. 2027 ജനുവരിയോട് കൂടിയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരികയും 27 തന്നെ എക്സാം നടക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.